മക്കളെ ക്ലാസ് 6ന്റെ ബേസിക് സയൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളും മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ക്ലാസ് 6ന്റെ. സോ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഈ ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞു തരുന്നത്. സോ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇത് മിസ് ചെയ്ത് നിങ്ങൾ എക്സാമിന് പോയിട്ട് യാതൊരു കാര്യമില്ല മക്കളെ. സോ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാ ക്ലാസ് 6 ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ, വേഗം 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 നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മളുടെ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ സെല്ലിന്റെ നമ്പർ അഥവാ കോശത്തിന്റെ എണ്ണം അല്ലെ, നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. സെൽ സൈസ് ആണോ കൂടുന്നത് അതോ സെല്ലിന്റെ നമ്പർ ആണോ, കോശത്തിന്റെ വലുപ്പമാണോ കോശത്തിന്റെ എണ്ണമാണോ കൂടുന്നത് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ വലുതാകുമ്പോൾ എന്ന് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം അതിന്റെ ഉത്തരം എന്താണെന്നുള്ളത്. എന്താണ് ഇതറിയണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബേസിക് സയൻസിന്റെ ലൈവില്ലേ, അപ്പൊ ആ ലൈവില് നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ, ഏകകോശ ജീവികളും അതേപോലെ തന്നെ ബഹുകോശ ജീവികളും. അപ്പൊ ഇവരെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടും അതേപോലെ തന്നെ ഇവരെ നമുക്ക് ഇങ്ങനെ ടേബിൾ ആക്കി രണ്ടാക്കി തരാനും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റൻ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സെൽസ്. നമുക്ക് പലതരത്തിലുള്ള സെല്ലുകൾ അല്ലെ, ആനിമൽസ് ജന്തുക്കളായിക്കോട്ടെ പ്ലാന്റ് സസ്യങ്ങളിലായിക്കോട്ടെ പലതരത്തിലുള്ള സെല്ലുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മസിൽ സെൽ പേശീകോശം വേറെയാണ് അല്ലെ, നെർവ് സെൽ നാഡീകോശം വേറെയാണ്. അങ്ങനെ പല പല സെല്ലുകൾ നമ്മൾ വിത്ത് പിക്ചർ പഠിക്കുന്നുണ്ട്. സോ അവരെ തിരിച്ചറിയാൻ വേണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ, ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ഒരു ഫിഗർ നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം മക്കളെ, കാരണം ഇത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണ്, നമ്മളുടെ വ്യത്യാസങ്ങൾ എന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മളെ ലൈവിൽ നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിത്ത് ആൻസർ വിത്ത് സൊല്യൂഷൻ നിങ്ങൾക്ക് നമ്മുടെ ലൈവിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാൻ പാടില്ല 7 മണിയുടെ ലൈവും അതേപോലെ രാവിലെ 6 മണിയുടെ ലൈവും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എസെൻസ് ഓഫ് ചേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഊർജ്ജത്തിന് പല രൂപങ്ങളുണ്ട് അല്ലെ, പല ഫോംസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ മുർഷിദ് സാറ് ഫുള്ള് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും കേട്ടോ. അടുത്ത ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ഏതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസ് അല്ലെ, രാസമാറ്റങ്ങൾ ഏതാണെന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഭാഗമാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മുർഷിദ് സാറ് സെറ്റാക്കി തരും. ഓക്കെ, അടുത്തതാണ് നമ്മളുടെ ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്നും പൂവിലേക്ക് ചാപ്റ്റർ. നമ്മുടെ ഫാസിൽ സാർ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻസ് ഒക്കെ നമ്മുടെ ലൈവിൽ സെറ്റാക്കി തരും. സോ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലവറിന്റെ പാർട്സ് അല്ലെ, പൂവിന്റെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് അല്ലെ. അപ്പൊ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും മക്കളെ. അടുത്ത പോളിനേഷൻ അഥവാ നമ്മുടെ പരാഗണം, ഇതെന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് ആൻഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. അപ്പോൾ എന്താണ് സിമ്പിൾ ഫ്രൂട്ട്, എന്താണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതിന്റെ എക്സാമ്പിളുകൾ ഉദാഹരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുണ്ടാവും, നമ്മളുടെ ബേസിക് സയൻസിന്റെ 2 ലൈവുകളിലായിട്ട്, അതായത് നമ്മൾ 7 മണിയുടെ ലൈവും പിറ്റേ ദിവസം നമ്മുടെ എക്സാമിന് അന്ന് രാവിലെ നമുക്കുള്ള നമ്മളുടെ 6 മണിയുടെ ലൈവിലും നമ്മൾ ഫുൾ ഷുവർ ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ മക്കളെ. ആൻഡ് നമ്മളുടെ ഈ ഒരു വീഡിയോന് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, വി ആർ റെഡി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ.